നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ പലരും ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, നമുക്ക് രോഗങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, നമുക്ക് വേദനകളുണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, സാമ്പത്തിക കടബാധ്യതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. ഇങ്ങനെ ആവശ്യങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് സാധാരണ രീതിയിൽ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷെ പ്രാർത്ഥനയുടെ ലക്ഷ്യം ആവശ്യങ്ങൾ നിറവേറ്റുകയല്ല. പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുക എന്നതാണ്. ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ രണ്ട് അപകടങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ആവശ്യങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ആവശ്യങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ, ചോദിച്ചതെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കില്ല. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയല്ലേ. രണ്ടാമത്തെ അപകടം എന്താണ്? ചോദിച്ചത് ലഭിക്കാതെ വരുമ്പോൾ, ആഗ്രഹിച്ചത് നടക്കാതെ വരുമ്പോൾ, പ്രാർത്ഥന നിറവേറാതെ പോകുമ്പോൾ മനസ്സുമടുത്ത് നമ്മൾ പ്രാർത്ഥന നിർത്താൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? നമ്മൾ ആവശ്യങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് പ്രാർത്ഥനയെ മനസ്സിലാക്കുന്നത്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, പ്രാർത്ഥനയുടെ ലക്ഷ്യം ആവശ്യങ്ങൾ നിറവേറ്റലല്ല. പ്രാർത്ഥനയുടെ ആത്യന്തികമായ ലക്ഷ്യം ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കലാണ്, ദൈവവുമായുള്ള ഐക്യത്തിൽ വളരുകയാണ്. അതൊരു പ്രക്രിയയാണ്, അത് നിരന്തരം സംഭവിക്കേണ്ടതാണ്. ആവശ്യങ്ങൾ നിറവേറ്റാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുന്നതിന്റെ ഭാഗമായി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിയേക്കാം. ദൈവത്തിന് സ്തുതി. ചിലപ്പോൾ ആവശ്യങ്ങൾ നിറവേറിയില്ലെന്നിരിക്കാം. ആവശ്യങ്ങൾ നിറവേറിയാലും നിറവേറിയില്ലെങ്കിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം.